മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാത്ത കേരളത്തിനും തമിഴ്നാടിനും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഡാമിന്റെ അറ്റകുറ്റപ്പണി അടക്കമുള്ള വിഷയങ്ങളിൽ സമിതിയുടെ ശുപാർശകൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് സുപ്രീംകോടതി ചോദിച്ചു. കേരളവും തമിഴ്നാടും ശുപാർശകൾ നടപ്പാക്കാൻ തയ്യാറാവണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ദേശീയ ഡാം സുരക്ഷാ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാത്തതിനാലാണ് കേരളത്തെയും തമിഴ്നാട്ടിനെയും സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചത്. സമിതിയുടെ ശുപാർശകളിൽ ഇരു സംസ്ഥാനങ്ങളും തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ഈ നിഷ്ക്രിയത്വം ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. ശുപാർശകൾ 2 ആഴ്ചയ്ക്കകം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി ഡാമിന് സമീപത്തെ മരം മുറിക്കുന്നതടക്കമുള്ള ശുപാർശകളാണ് നടപ്പാക്കാത്തത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ചില ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ലെന്നും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും എതിർപ്പുകൾ ഉന്നയിക്കുകയുമാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഉന്നയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് കേരളം ആവർത്തിച്ചു. അണക്കെട്ട് നന്നാക്കാൻ മാത്രമല്ല ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് ആഗ്രഹിക്കുന്നതെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. അതേസമയം വിഷയത്തിൽ കേരളം അനാവശ്യ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് തമിഴ്നാട് ആരോപിക്കുന്നത്. ഹർജികൾ ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. ജനം, ഡൽഹി.